ഗുഡ് മോർണിംഗ്. നാട്ടിലെത്തിയിട്ട് എൻ്റെ വീട്ടിലെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. എൻ്റെ വീടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. മുറ്റത്തുള്ള പൈപ്പിൻ ചോട്ടിലൊക്കെ പോയി നിന്ന് പല്ലൊക്കെ തുടച്ച് കുറച്ച് നേരം അതിലേ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നടന്നിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ്. കുറേ നാളായിട്ട് ഈ പച്ചപ്പൊന്നും കാണുന്നതുകൊണ്ടുള്ളൊരു തുടക്കത്തിലുള്ള ആവേശം അത്രേ ഉള്ളൂ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ പശുവിനെ കറക്കാന്ന് പറഞ്ഞിട്ട് പോകുന്ന കണ്ടു. നമ്മളെ നാട്ടിൽ കറക്കാന്നാണ് കേട്ടോ പറയാ, തൊഴുത്തിന്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. ഈ വരുന്ന മൂപ്പരെ പ്രസവിച്ചിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ കേട്ടോ. പരിചയമില്ലാത്ത എന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് വരാൻ കുറച്ച് മടിയായിരുന്നു. പക്ഷെ കുറച്ച് സമയൻ്റെ അടുത്തൊക്കെ പോയി നിന്നപ്പോഴത്തേക്കും അത് സെറ്റായി. ഈ ഒരു പ്രായത്തിൽ എന്നെ കാണാൻ ഭയങ്കര രസമാണ്. നല്ല കുറുമ്പുമായിരിക്കും. അങ്ങനെ കുറച്ച് നേരത്തെ എൻ്റെ പണി അതിനിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഇവിടെ നാട്ടിൽ ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കഴിക്കാം. ഇത് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഉള്ളൊരു പ്ലാവാണ്. അപ്പം അതിൽ കുറച്ച് മൂത്ത ചക്ക ഉണ്ടായിരുന്നു. അപ്പം അത് നോക്കി അച്ഛൻ പറിക്കുകയാണ് കറി വെക്കാനായിട്ട്. ഇനി ഇത് മുറിച്ചിട്ട് വേണം അതിലെ പഴുത്ത ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചക്ക മുറിച്ചപ്പോഴത്തേക്കും നല്ല പാകത്തിന് പഴുത്ത ചക്ക. അതായത് കണ്ടപ്പം എനിക്ക് ആവേശം മൂത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു ചുള എടുത്ത് കഴിക്കാൻ തോന്നി. അങ്ങനെ എടുത്ത ചുളയിൽ കുറച്ച് അതിൻ്റെ എന്തെങ്കിലും പറയുന്നത് ആ പശയില്ലേ, പിന്നെ അതൊക്കെ റിമൂവ് ആക്കി കഴിച്ചു. ഇത് ഫുള്ള് മുറിക്കാൻ ഞാൻ കാത്തുന്നില്ല. അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ തോണ്ടി എടുത്ത് കഴിക്കാൻ തുടങ്ങി. പണ്ടൊക്കെ നാട്ടിലുള്ള സമയത്ത് ഈ ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ചക്കയോണ്ടുള്ള കളിയായിരിക്കും. ഇപ്പം പിന്നെ അത് തീരെ കിട്ടാത്തതുകൊണ്ട് ഭയങ്കര കൊതിയാണ്. അപ്പം നാട്ടിലെത്താൻ വേണ്ടി കാത്തുനിന്നായിരുന്നു ചക്കയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴത്തേക്കാണ് അച്ഛൻ മുറ്റത്തിനുള്ള പേരമരത്തുനിന്ന് ഒരു പേരക്കയും കൊണ്ടുവരുന്നത്. അങ്ങനെ അതും കൂടി കഴിച്ചുമ്പോഴത്തേക്കും വയറ് ഫുള്ളായി. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.